ഈ അവസാനത്തെ ഈ സമരത്തിന് ആധാരമായി പറയപ്പെടുന്ന, അല്ലെങ്കിൽ സമരത്തിൻ്റെ മറവിൽ ആക്രമണം നടത്തുന്നതിന് ആധാരമായി പറയുന്ന കാലത്ത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പോലുമല്ല വീണ ജോർജ് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഞാൻ നേരത്തെ മീഡിയയെക്കുറിച്ച് പറഞ്ഞൊരു ഭാഗം അതാണ്. ഇത്തരം കാര്യങ്ങളെ കുറെ കൂടി അനലിറ്റിക്കലായി സമീപിക്കാനും അതിൽ മാധ്യമങ്ങളുടെ ഒരു റോൾ എടുത്ത് ശരിയും തെറ്റും പറയാനും, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷത്തോടടക്കം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്ന നിലയിലേക്കുള്ള ആ മാധ്യമ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മുടെ മാധ്യമങ്ങൾ വല്ലാതെ പിന്നോട്ട് പോയിട്ടുണ്ടോ? മിനിസ്റ്ററുടെ ഒരു വിലയിരുത്തൽ എന്താണ്? തീർച്ചയായിട്ടും ഉണ്ട്. പറഞ്ഞതുപോലെ ഏതോ കാലത്ത് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണ്? അവിടെ സൗകര്യങ്ങൾ ഒരുക്കുക, അടിസ്ഥാന സൗകര്യം ഒരുക്കുക, മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുക, HR ഉൾപ്പെടെ അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. ഇതൊക്കെയാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇനി ഏത് ഗവൺമെൻറ് ആണെങ്കിലും, ഇനി ഇവിടെ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഏതോ കാലത്ത് നടന്ന വിഷയങ്ങളെ ആ കാലത്തുണ്ടായിരുന്നില്ലാത്ത എന്നിലേക്കത് ബന്ധിപ്പിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്, ഇവിടെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളത് നോക്കി. അതായത് 2021 പുതിയ സർക്കാർ ഗവൺമെന്റ് ഇല്ല, അന്ന് ഗവൺമെന്റ് ഇല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞ് LDF അധികാരത്തിലേക്ക് വരുമെന്ന നിലയിൽ 10-ാം തീയതി അഡ്മിറ്റ് ചെയ്യുന്നു, സർജറി 10, 15-ന് ഡിസ്ചാർജ്. സർക്കാർ വരുന്നത് 20-ാം തീയതിയാണ്. അത് അന്നാണ് താങ്കൾ ആരോഗ്യമന്ത്രിയാവുന്നത്. 2021 മെയ് മാസത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതെ. അപ്പോൾ അത് ഇതല്ലാതെ സൃഷ്ടിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ, പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്ന് വന്നൊരു വാക്കുണ്ട്, നരേറ്റീവ്. ഇങ്ങനൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. അതിൽ ചില മാധ്യമങ്ങൾ വളരെ മനഃപൂർവ്വം കൂട്ടുനിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഒരിടത്തൊരു മരണം ഉണ്ടായപ്പോൾ ആദ്യം വന്ന വാർത്ത ഫുഡ് പോയ്സണിങ് ആണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്ന് വൈകുന്നേരത്തെ എനിക്കെതിരെയുള്ള ഇതെന്താണെന്നറിയോ? നിങ്ങൾക്ക് രാജിവെച്ചുകൂടെ മന്ത്രി? നിങ്ങൾക്ക് ലജ്ജയുണ്ടോ മന്ത്രി? നിങ്ങൾ എന്തിനാണ് ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? നിങ്ങൾക്ക് പോയി രാജിവെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞങ്ങ് വലിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൻ്റെ അവസാനം എന്താ? പിറ്റേ ദിവസം സൂയിസൈഡ് നോട്ട് കിട്ടി, ആത്മഹത്യ ചെയ്താണ്. പക്ഷേ ഈ ആള് പറഞ്ഞത് ആ സ്പേസിൽ അവിടെ കിടക്കുകയാണ്, അതിങ്ങനെ ചുറ്റുമാണ്. അപ്പോൾ ഇയാൾ ഇത് തിരുത്തുന്നില്ല. ഇത് വളരെ ബോധപൂർവം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, മന്ത്രിയെ കൂക്കി വിളിച്ചു. ആരെ? മന്ത്രിയാണോ? അല്ല. പക്ഷേ ഇത് പ്ലേസ് ചെയ്യാണ് ഓരോരുത്തടത്ത്. ഇപ്പം അത് പക്ഷേ അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അവർ തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ബോധപൂർവം ചെയ്യുന്നത് തിരുത്തുന്നില്ല എന്നുള്ളതാണ്. ബോധപൂർവ്വം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുകയും അത് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിലുള്ള ഒരു വളരെ പോസിറ്റീവായ കാര്യം കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഞാനത് നോക്കിയതാണ്. അതായത് ഇതേ ദിവസങ്ങളിൽ മാതൃഭൂമിയുടെ ഒരു പോസ്റ്റ്, ഒരു കാർഡ്, സോഷ്യൽ മീഡിയ കാർഡാണിത്. അതിൽ എഴുതിയിരിക്കുന്നത് വീണ ജോർജ് എവിടെയെന്ന് പകൽ മുഴുവൻ അഭ്യൂഹം, വീട്ടിൽ വിശ്രമത്തിലെന്ന് രാത്രി പത്രക്കുറിപ്പ്. ഇത് കാണുന്നൊരു മനുഷ്യന്റെ മനസ്സിൽ വരുന്നൊരു ചിന്തയും ചിത്രവും എന്താകും? കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ അതിൽ ഒന്നുമില്ല, ആരോഗ്യമന്ത്രി വീണ ജോർജ് എവിടെയെന്ന് പകൽ മുഴുവൻ അഭ്യൂഹം, വീട്ടിൽ വിശ്രമത്തിലെന്ന് രാത്രി പത്രക്കുറിപ്പ്. 28-ാം തീയതി ഇറക്കിയതാണ് മിനിസ്റ്റർ. 28 എന്ന് പറഞ്ഞാൽ ചികിത്സയുടെ സമയമാണ്. അതെ 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 അതെ. ഞാൻ പരിയാരത്ത് നിന്ന് ഇവിടേക്ക് വരുന്ന ദിവസമാണ്. അപ്പോൾ ഡോക്ടർമാർ MRI സ്കാനും കണ്ടതിന് ശേഷം 4 ദിവസത്തെ ഒരാഴ്ചത്തെയോ പൂർണ്ണമായ വിശ്രമം പറഞ്ഞു. കോളർ ഇടണം എന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം മൂവ്മെൻറ്റ്സ് ഉണ്ടപ്പം വേദന ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് വീട്ടിൽ വന്ന് വിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിരാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഞാൻ എന്തിനാ അതിരാവിലെ പുറപ്പെട്ടു എന്ന ചോദ്യവും ഞാൻ കേട്ടു. അപ്പോൾ ട്രാഫിക് കുറവുള്ള സമയം എന്നുള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ട് അത് ചൂസ് ചെയ്തു. പിന്നെ എനിക്ക് അവിടെ നിന്ന് വിമാനത്താവളത്തിൽ ഞാൻ പൊതുവേ എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ സാധാരണ റോഡിൽ കാറിൽ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. എല്ലാവരും എന്നോട് പറയും ഇത്രയും കാറിൽ പോകരുത് ട്രെയിനിലോ ഒക്കെ പോകണം എന്നുള്ളത്. പക്ഷേ ഞാൻ കൂടുതൽ കംഫർട്ടബിൾ എപ്പോഴും കാറിൽ സഞ്ചരിക്കുന്നത്. ട്രെയിനില്ലാത്തൊരു പത്തനംതിട്ട ജില്ലയുടെ ഒരു ജീവിതത്തിൽ നിന്നുണ്ടായതാകാം. അതെ അതെ അതെ. എനിക്കതിൽ ഇനി പോകണമെങ്കിൽ നമുക്ക് തിരുവല്ലയിൽ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ വിമാനത്താവളത്തിലേക്കുള്ള ഏതാണ്ട് 1 മണിക്കൂർ അവിടെ നിന്ന് ഞാൻ താമസിച്ചിടത്ത് നിന്നുള്ളത്, പിന്നെ അവിടെ ഉള്ള വെയിറ്റിംഗ്, പിന്നെ അത് ഇടയ്ക്ക് ഇറങ്ങിയിട്ടാണ് വരിക, അത് പിന്നെ അവിടെ തിരുവനന്തപുരത്തെത്തി, പിന്നെ വീണ്ടും 2.5 മണിക്കൂർ തിരിച്ചുള്ള. അപ്പോൾ എല്ലാം കൂടെ ആ സമയം തന്നെ എനിക്ക് റോഡ് മാർഗം ഇവിടേക്ക് എടുക്കുള്ളൂ.
അതുമാത്രമല്ല എനിക്ക് പൊതുവിൽ എന്നെ വളരെ അടുത്തറിയുന്നവർക്കും അറിയാം, വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഇത് എനിക്ക് അത് സ്വകാര്യ വാഹനത്തിലാണ് വന്നത്. കാരണം വലിയ ജർക്ക് ഇല്ലാതെ ഇടയ്ക്ക് നിർത്തി ആണ് വന്നത്. നിർത്തി ബന്ധു വീടുകളിൽ 2-3 കയറി വോമിറ്റിംഗ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിശ്രമം എടുത്തുകൂടിയാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത്. പക്ഷേ അതിന് നൽകിയൊരു പ്രചരണം അത് വലിയ രീതിയിൽ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും വ്യാഖ്യാനങ്ങളും അതൊന്നും സാരമില്ല, ഇതിൻ്റെ ഭാഗമല്ലേ, അതൊക്കെ നടക്കട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒരു കായികമായ ആക്രമണം ഫിസിക്കൽ ഇത് നടത്തിയതിന് ശേഷം ആ നടത്തിയവർ പറയുകയാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നടത്തിയവർ പറയുകയാണ് ഇത് വെറുതെയാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള സ്കാനിങ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ ഇത് പറയുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളത്, ക്ഷതം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അതൊക്കെ മനുഷ്യത്വപരമല്ലാത്തൊരു കാര്യമാണ്. അതിനെയൊക്കെ അവരുടെ മനസ്സും അവരുടെ മനസ്സാക്ഷിക്ക് അത്രേ ഉള്ളൂ